ഇറാന്റെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും തെരുവുകളിൽ പ്രതിഷേധക്കാരുടെ രോഷാഗ്നിയും ആളിപ്പടരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാര കേന്ദ്രമായ അയത്തുള്ള അലി ഖമേനിയിലേക്കാണ്. പതിറ്റാണ്ടുകളായി ഇറാനെ തൻ്റെ ആത്മീയവും രാഷ്ട്രീയവുമായ കരുത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്ന ഖമേനിയുടെ അധികാരം ഇന്ന് അഭൂതപൂർവമായ വെല്ലുവിളികളെയാണ് നേരിടുന്നത്. ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമാകുകയും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനിലെ ഭരണമാറ്റത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഖമേനിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എവിടെയാണെന്ന ചർച്ചകൾ ആഗോളതലത്തിൽ സജീവമാണ്. ഒരു രാജ്യം മുഴുവൻ കത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ അധിപൻ്റെ സ്വകാര്യ ജീവിതം, കുടുംബാംഗങ്ങളുടെ സുരക്ഷയും എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടത് ഇറാൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഇറാനിലെ തെരുവുകളിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു പ്രതിഷേധമല്ല, മറിച്ച് ദശാബ്ദങ്ങളായുള്ള അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ജനതയുടെ പൊട്ടിത്തെറിയാണ്. സുരക്ഷാ സേനയുടെ കർശന നിയന്ത്രണങ്ങളും രാജ്യവ്യാപകമായ ഇൻ്റർനെറ്റ് നിരോധനവും കാരണം പുറം ലോകം അറിയുന്നതിനേക്കാൾ ഭീകരമാണ് ഇറാൻ്റെ ഉൾപ്രദേശങ്ങളിലെ നിലവിലെ അവസ്ഥ. ഖമേനിയുടെ ചിത്രങ്ങൾ പരസ്യമായി കത്തിച്ചും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടും ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ഭരണകൂടം തോക്കുകൾ കൊണ്ടാണ് അതിനെ നേരിടുന്നത്. ഇതിനിടയിൽ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി അമേരിക്ക സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നത് ഇറാൻ ഭരണകൂടത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഖമേനിയും കുടുംബവും റഷ്യയിലേക്ക് പലായനം ചെയ്തേക്കാം എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. റഷ്യയുമായി ഇറാൻ പുലർത്തുന്ന അടുത്ത ബന്ധം പരിഗണിക്കുമ്പോൾ സുരക്ഷിതമായ ഒരു താവളം എന്ന നിലയിൽ മോസ്കോ ഖമേനിയുടെ പട്ടികയിൽ ഒന്നാമതായിരിക്കാൻ സാധ്യതയുണ്ട്. അലി ഖമേനിയുടെ കുടുംബത്തെക്കുറിച്ച് പുറം ലോകത്തിന് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേയുള്ളൂ. ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ പരമാധികാരി എന്ന നിലയിൽ തൻ്റെ സ്വകാര്യ ജീവിതം കടുത്ത രഹസ്യ സ്വഭാവത്തോടെയാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. ഖമേനിക്ക് 6 മക്കളാണുള്ളത്, 3 ആൺമക്കളും 3 പെൺമക്കളും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി മൂത്ത മകനായ മജ്തബ ഖമേനിയാണ്. അച്ഛൻ്റെ പിൻഗാമിയായി മജ്തബ അധികാരം ഏറ്റെടുത്തേക്കാം എന്ന അഭ്യൂഹങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമാണ്. മസൂദ്, മുസ്തഫ എന്നിവരാണ് മറ്റ് 2 ആൺമക്കൾ. അച്ഛനെപ്പോലെ തന്നെ ഇവർ 3 പേരും മതപരമായ പദവികൾ വഹിക്കുന്നവരും ഇറാനിലെ ഇസ്ലാമിക നിയമസംഹിതകളിൽ അഗാധമായ അറിവുള്ളവരുമാണ്. സാധാരണക്കാരായ ഇറാൻ പൗരന്മാരിൽ നിന്ന് വേറിട്ട് അത്യന്തം സുരക്ഷിതമായ വലയത്തിലാണ് ഇവർ കഴിയുന്നത്. എന്നാൽ പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഈ സുരക്ഷാ വലയങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആൺമക്കൾ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സജീവമാണെങ്കിൽ ഖമേനിയുടെ പെൺമക്കളായ ഹുദ, മൈസം, ബുഷറ എന്നിവർ പൊതുവേദികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നവരാണ്. ഇവരുടെ വ്യക്തിജീവിതത്തെയോ അല്ലെങ്കിൽ പ്രവർത്തനത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാറില്ല. കടുത്ത യാഥാസ്ഥിതിക മൂല്യങ്ങൾ പിന്തുടരുന്ന കുടുംബമായതിനാൽ സ്ത്രീ അംഗങ്ങൾ പൊതുരംഗത്ത് വരുന്നത് ഭരണകൂടം പ്രോത്സാഹിപ്പിക്കാറില്ല. അതേസമയം ഖമേനിയുടെ കുടുംബം മുഴുവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുന്നവരല്ല എന്നതും ശ്രദ്ധേയമാണ്. ഖമേനിയുടെ അനന്തരവനായ മഹ്മൂദ് മുറാദ് ഖാനി നിലവിൽ പാരീസിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ്. ഇറാൻ്റെ ഭരണ സംവിധാനത്തെയും ഖമേനിയുടെ നയങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. വിപ്ലവത്തിന് ശേഷം ഖമേനിയുടെ സഹോദരി തന്നെ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട് എന്ന ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. ഖമേനിയുടെ പേരക്കുട്ടികളിൽ മുഹമ്മദ് ബാഗർ ഖമേനിയുടെ പേര് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നതും ഈ കുടുംബം പുലർത്തുന്ന രഹസ്യ സ്വഭാവത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. 2025 ജൂണിൽ ഇസ്രയേലുമായി ഉണ്ടായ സംഘർഷത്തിനിടയിൽ ടെഹ്റാനിൽ ആക്രമണങ്ങൾ നടന്നപ്പോൾ ഖമേനിയും കുടുംബവും ഒരു രഹസ്യ ബങ്കറിലേക്ക് മാറിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാൻ ഇന്റർനാഷണൽ നൽകുന്ന വിവരങ്ങൾ പ്രകാരം അന്ന് മൂത്ത മകൻ മജ്തബയും കുടുംബവും ഖമേനിയോടൊപ്പം സുരക്ഷിതമായ താവളത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് 2 ആൺമക്കളായ മസൂദും മുസ്തഫയും അന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. യുദ്ധം അല്ലെങ്കിൽ വിദേശ ആക്രമണം എന്ന ഭീഷണി നേരിടുമ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ അതീവ സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് ഭരണാധികാരികളും കുടുംബവും മാറുന്നത് ഇറാൻ്റെ പതിവ് രീതിയാണ്. നിലവിലെ ആഭ്യന്തര കലാപം ഒരു വിദേശ ഇടപെടലിലേക്ക് നയിച്ചാൽ ഖമേനി വീണ്ടും ഇത്തരം ബങ്കറുകളിലേക്ക് മാറാനോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന ഖമേനിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും, മറുവശത്ത് മാറ്റത്തിനായി ദാഹിക്കുന്ന ഒരു യുവതലമുറയും. അമേരിക്കയെ പോലെയുള്ള വൻ ശക്തികൾ ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഖമേനിയുടെ കുടുംബാംഗങ്ങളിൽ ചിലർ വിദേശത്ത് സുരക്ഷിതമായി കഴിയുമ്പോൾ ഇറാനിൽ തുടരുന്നവർക്ക് വരും ദിവസങ്ങളിൽ അഗ്നിപരീക്ഷയായിരിക്കും. മെക്കാളയുടെ വിദ്യാഭ്യാസ രീതി അടിമത്തത്തിൻ്റെ മനോഭാവം വളർത്തുന്നു എന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതുപോലെ ഇറാൻ്റെ ആത്മീയ നേതൃത്വവും പാശ്ചാത്യ ചിന്താഗതികൾ രാജ്യത്തിന് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാണ് ഹോമിക്കപ്പെടുന്നത്.
ഭരണകൂടം തകർന്നാൽ സദാം ഹുസൈൻ്റെയോ ഗദ്ദാഫിയുടെയോ കുടുംബത്തിന് സംഭവിച്ചതുപോലെ ഒരു ദുരന്തം ഖമേനിയുടെ കുടുംബത്തെയും കാത്തിരിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ പലപ്പോഴും ഏകാധിപതികളുടെ പതനം അക്രമാസക്തമായിരുന്നു. റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ഖമേനിക്ക് സാധിച്ചാൽ അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചേക്കാം. എന്നാൽ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ അന്ത്യമായിരിക്കും അത് അടയാളപ്പെടുത്തുക. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാൻ തെരുവുകളിലെ ചോര വീണ പാടുകളിലേക്കല്ല, മറിച്ച് അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവർ എടുക്കുന്ന ഓരോ ചുവടുവെപ്പിലേക്കുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.